ഹെൽത്തി ടോക്സിലേക്ക് സ്വാഗതം. അരികെ എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഒരു ഡേറ്റിംഗ് ആപ്പായിരിക്കും മനസ്സിൽ വരിക. പക്ഷേ എറണാകുളത്തുള്ളവർക്ക് മറ്റൊരു അരികെ കൂടെ അറിയാം. രോഗികളായവർക്ക് സ്വാതന്ത്ര്യമായി എത്തുന്ന ഒരു അരികെ പാലിയേറ്റീവ് കെയർ സെൻറ്റർ. ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ അതുൽ ജോസഫ് മാനുവലാണ്. ഡോക്ടർ അതുൽ എറണാകുളം IMAയുടെ പ്രസിഡൻ്റാണ്. അരികെ പാലിയേറ്റീവ് കെയർ സെൻറ്ററിൻ്റെ വൈസ് ചെയർമാൻ കൂടെയാണ്. വെൽക്കം സർ. സർ, നമ്മളിപ്പോൾ പാലിയേറ്റീവ് കെയറിന് എല്ലാവരും കേൾക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും എന്താണ് പാലിയേറ്റീവ് കെയർ? എന്താണ് അതിൻ്റെ ഒരു കോർ കൺസെപ്റ്റ്? പാലിയേറ്റീവ് കെയർ എന്ന് ഉദ്ദേശമാക്കുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ രണ്ട് രീതിയിൽ പാലിയേറ്റീവ് കെയറിനെ വ്യാഖ്യാനിക്കാം. ഒന്ന്, മെഡിക്കൽ സയൻസിൽ വ്യാഖ്യാനിക്കപ്പെട്ട പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആരോഗ്യം, ലോകാരോഗ്യ സംഘടന 5ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പ്രൊമോട്ടീവ്, പ്രിവെൻറ്റീവ്, ക്യൂറേറ്റീവ്, റീഹാബിലിറ്റേറ്റീവ് ആൻഡ് പാലിയേറ്റീവ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഒരു ആരോഗ്യം നൽകേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ കിട്ടണം എന്നുള്ളൊരു രീതിയിലോട്ട് ഘടകപ്പെടുത്തിയതനുസരിച്ച് പലപ്പോഴും അവസാനം വരുന്നതുകൊണ്ട് എല്ലാവരും പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ മരണാനന്തരമായി ചിന്തിക്കുന്നൊരു കാര്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നമ്മൾ 3 പതിറ്റാണ്ട് 30 വർഷമായി കേരളത്തിൽ പാലിയേറ്റീവ് കെയർ ഒരു പ്രസ്ഥാനം തന്നെയായിട്ട് മുന്നോട്ട് വരികയും ഇന്ന് അതൊരു എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു രീതിയിലോട്ട് ആകുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ സത്യം പറഞ്ഞാൽ പാലിയേറ്റീവ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വീട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നാട്ടുകാരെല്ലാവരും കൂടി നാട്ടുകാരെന്ന് ഞാൻ പറയുമ്പോൾ അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരും അവിടുത്തെ പൊതുജനം എല്ലാവരും കൂടി ആ വ്യക്തിൻ്റെ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ട് കുറച്ചു കൊടുക്കാൻ വേണ്ടിയുള്ളൊരു സംവിധാനമായി മാറുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിൽ പാലിയേറ്റീവ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുകയും അത് 30 വർഷം മുന്നോട്ട് വന്നിരിക്കുമ്പോൾ ഈ രീതിയിൽ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന കിടപ്പ് രോഗികൾ എന്നുള്ളത് മാത്രമല്ല, മൊത്തം ആരോഗ്യ സംവിധാനം ഈ രീതിയിലോട്ട് ആകണമെന്നും ആ ഒരു നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന്. കാരണം നമുക്ക് പലപ്പോഴും ആരോഗ്യത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു ആരോഗ്യ സംവിധാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ആരോഗ്യ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്നൊരു കാര്യമായിട്ടാണ് ആരോഗ്യം ചിന്തിക്കുന്നത്. എന്നിരുന്നാലും ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യവും നമ്മൾ നിലനിൽക്കുന്ന തന്നെ നല്ലൊരു ആരോഗ്യപരമായിട്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളൊരു ചിന്താഗതിയിലാണ്. അതിൽ തന്നെ നമ്മൾ ചിന്തിച്ചാൽ പലപ്പോഴും ഒരു ആരോഗ്യ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ ആരോഗ്യത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ചുറ്റുപാട്ടും ആൾക്കാരിൽ നിന്നും സമൂഹത്തിൽ നിന്നും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്നായിരിക്കും. അപ്പം ഈ രീതിയിലൊരു ഗൃഹകേന്ദ്രികമായിട്ടുള്ള നാട്ടുകാരെല്ലാവരും കൂടി കൂടിച്ചേർന്ന് മുന്നേറുന്ന ഒരു ആരോഗ്യ സംവിധാനമായിട്ടാണ് ഇന്ന് പാലിയേറ്റീവ് കെയർ കൊള്ളുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പോഴും ഒരു ഹോം കെയർ അല്ലെങ്കിൽ വീട്ടിൽ കിടപ്പ് രോഗികൾ എന്നുള്ളൊരു പാർശ്വവൽക്കരണമുണ്ട്. അതിൽ മാത്രം ഉൾക്കൊള്ളാണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ദീർഘകാല രോഗം കൊണ്ടോ ഏതെങ്കിലും ഒരു അവസ്ഥ കൊണ്ടോ ആരോഗ്യം കൊണ്ട് ദൈനംദിന ജീവിതം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആർക്കും പാലിയേറ്റീവ് കെയർ രീതിയിലുള്ള ചികിത്സ വേണമെന്നും അത് ഞാൻ കുറച്ചും കൂടി വ്യാഖ്യാനിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞാൽ പാലിയേറ്റീവ് കെയർ എന്നുള്ളതല്ല, സമൂഹത്തിനെ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആരോഗ്യ സംവിധാനം വേണമെന്നുള്ളതാണ് ഇന്നത്തെ പാലിയേറ്റീവ് കെയറിൻ്റെ ആശയം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ അതിനെ പറയുന്നത് ഗുരുതരമായ ആരോഗ്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഈ രീതിയിലുള്ള ചികിത്സാ രീതി ലഭ്യമാകണം എന്നുള്ളതാണ്. സർ, അപ്പം പലപ്പോഴും നമ്മൾ പ്രായമായവർ മാത്രമല്ല പാലിയേറ്റീവ് കെയറിൻ്റെ ഗുണം അനുഭവിക്കുന്നവർ, കുട്ടികളെയൊക്കെ നമ്മൾ പാലിയേറ്റീവ് കെയർ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ എപ്പോഴാണ് ഡിസൈഡ് ചെയ്യുന്നത്, ഒരു മെഡിക്കൽ പ്രൊഫഷണൽ എപ്പോഴാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ഇയാൾക്ക് പാലിയേറ്റീവ് കെയർ ഇനി വേണ്ടത് എന്നുള്ളത്? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2 ഡെഫിനിഷൻ എന്ന് പറഞ്ഞത്. ഇപ്പോൾ WHO രീതി ചിന്തിക്കുകയാണെങ്കിൽ പാലിയേറ്റീവ് കെയറിന് സാധാരണ വരിക ഇനി ചികിത്സാപരമായ അല്ലെങ്കിൽ ക്യൂറേറ്റീവ് ഇൻറ്റൻറ്റിൽ എനിക്ക് ചികിത്സിക്കാൻ ഉള്ള സാഹചര്യങ്ങളുള്ളവരാണ്. അവരുടെ ബുദ്ധിമുട്ടുകളും സാഹചര്യങ്ങളും കുറച്ച് വെക്കാൻ മാത്രമുള്ള കാര്യങ്ങളാണ് ഞാൻ ചിന്തിക്കുന്നതെങ്കിൽ മാത്രം നമ്മൾ പാലിയേറ്റീവ് കെയർ രോഗി എന്ന് പറയുന്ന രീതിയിലോട്ട് ചിന്തിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഒരു രോഗീനെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന മനുഷ്യനെടുത്താൽ നമ്മളൊരു ക്യൂറേറ്റീവ് എന്നോ പ്രിവെൻറ്റീവ് എന്നോ പ്രൊമോട്ടീവ് എന്നോ ചിന്തിക്കാറില്ല. ആ വ്യക്തിൻ്റെ ബുദ്ധിമുട്ട് കുറച്ച് കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിൻ്റെ അത് ആരോഗ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അസുഖം കണ്ടുപിടിച്ചാൽ ആ അസുഖം എന്തുകൊണ്ടാണ് ആ അസുഖം വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞ് അതിനെ മാറ്റാൻ പറ്റിയാൽ നമ്മൾ ക്യൂറേറ്റീവ് എന്ന് ചിന്തിക്കുന്നു. മാറ്റാൻ പറ്റുന്നില്ലെങ്കിലും ബുദ്ധിമുട്ട് കുറച്ച് വെക്കുക എന്നുള്ളത് അടിസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ പാലിയേറ്റീവ് കെയർ ഇന്ന ആൾക്ക് കിട്ടണം എന്നുള്ള ഇതിനെക്കാട്ടെ ആ ഒരു രീതിയിലായിട്ടുള്ള ചികിത്സ എല്ലാവർക്കും കിട്ടണമെന്നും അതിൻ്റെ അകത്ത് കുട്ടിയെന്നോ പ്രായാധിക്യം ഇല്ല. കാര്യം ശരിയാണ്, വോളിയത്തിൽ പ്രായാധിക്യമുള്ളവരായിരിക്കും കൂടുതൽ. കാരണം പ്രായാധിക്യം കൂടി വരുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മളുടെ ആയുർദൈർഘ്യം കൂടി വരുന്നു. ആയുർദൈർഘ്യം കൂടി വരുമ്പോൾ നമുക്കുള്ള അസുഖങ്ങൾ കൊണ്ടുള്ള ജീവിതം
കൂടുന്നു. അസുഖം കൊണ്ടുള്ള ജീവിതം കൂടുമ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തെ അസുഖങ്ങൾ കുറേയൊക്കെ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതിനെക്കാട്ടി മെയിൻ്റെനൻസിലോട്ട് പോകുന്ന അസുഖങ്ങളാണ്. അത് ദീർഘകാലമായി വരുമ്പോൾ നമ്മുടെ ശരീരം തന്നെ അതിനുവേണ്ടി പല പല കാര്യങ്ങൾ, പല പല അവയവങ്ങൾ മോശമാവുന്നു. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അവയവത്തിന് നമുക്ക് മാറ്റിവെക്കാൻ മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ മാത്രം കുറച്ചെടുക്കാനുള്ള അവസ്ഥയിലോട്ട് പോകും. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് പലപ്പോഴും പ്രായാധിക്യമുള്ളവർക്കായിരിക്കും പാലിയേറ്റീവ് കെയർ ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറയാം. എന്നാൽ നമ്മളുടെ ഇടയിൽ നമ്മളുടെ കൂടെ ജീവിക്കുന്ന പല കൊച്ചുമക്കളും ജന്മന ബുദ്ധിമുട്ടുകൾ കൊണ്ടും അവർക്ക് ആ ജന്മന ബുദ്ധിമുട്ട് കൊണ്ട് ജീവിക്കേണ്ടി വരുമ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രായാധിക്യമുള്ള ഒരാൾ കിടപ്പിലായാൽ അങ്ങനെ കിടപ്പിലാകാറുണ്ടെന്നും അവരെ നോക്കേണ്ടത് വീട്ടുകാർക്ക് മാത്രം നോക്കാൻ പറ്റില്ല, വീട്ടുകാർ തിരക്കാണെന്ന് നമ്മളെല്ലാവരും കൂടെ നിൽക്കണമെന്ന് നമുക്കൊരു ധാരണയുണ്ട്. പക്ഷെ ഒരു കുട്ടിക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ പലപ്പോഴും മാതാപിതാക്കൾക്ക് വേറെ ഒരാളുടെ അടുത്ത് സഹായം ചോദിക്കാൻ തന്നെ മടിയാണ്. കാരണം അവരുടെ ഉത്തരവാദിത്തമാണ് ആ കുട്ടീനെ നോക്കാമെന്ന് പൂർണ്ണമായിട്ട് അവർ വിശ്വസിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവർക്ക് അവരുടെ സഹായം ചോദിക്കാൻ മടിയാവും. സഹായം ചോദിക്കാൻ മടിയാകുമ്പോൾ നമ്മൾക്കും അതിൻ്റെ ഇടയിലോട്ട് ചെല്ലാമോ എന്നുള്ളൊരു പേടി വരും. ആ രീതിയിൽ പലപ്പോഴും കുട്ടികൾക്ക് ഈ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് സമൂഹം കൂടുതൽ അതിൻ്റെ കൂടെ നിൽക്കേണ്ടതും അവരുടെ കൂടെ പ്രവർത്തിക്കേണ്ടതും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതും ആയിട്ട് വരിക. കാരണം ഒരു മാതാവ് അല്ലെങ്കിൽ പിതാവ് വന്ന് എൻ്റെ കൊച്ചിനെ നോക്കാൻ നിങ്ങളൊന്ന് സഹായിക്കുമെന്ന് പറയുമ്പോൾ അവരെ തന്നെ എന്നെക്കൊണ്ട് പറ്റാത്തതുകൊണ്ടാണോ എന്ന് ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും സഹായം ചോദിക്കാറും ഇല്ല. കുട്ടികൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴും അതേപോലെ തന്നെയാണ് മാനസിക രോഗികൾ. അവിടെയും കുടുംബത്തിന് പുറത്തു പറയാനും ഇതിനെക്കുറിച്ച് സഹായം ചോദിക്കുന്നത് എൻ്റെ കുടുംബത്തിന് ഇങ്ങനെയൊന്ന് ചിന്തിക്കുമോ എന്നുള്ളൊരു പേടി കൊണ്ട്. അപ്പോൾ പലപ്പോഴും ഈ അവസ്ഥകളിലാണ് സത്യം പറഞ്ഞാൽ സമൂഹം കൂടെ വന്ന് ചികിത്സിക്കണം എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേരളത്തിലെ പാലിയേറ്റീവ് കെയർ മുന്നോട്ട് വെക്കുന്നത് പാലിയേറ്റീവ് കെയർ എന്നുള്ളത് മാത്രമല്ല, സമൂഹം ഒത്തുചേർന്ന് എങ്ങനെയാണ് ഒരു ആരോഗ്യ സംവിധാനം ഉണ്ടാക്കേണ്ടതെന്നും എങ്ങനെ ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തണം എന്നുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെ ദീർഘകാല അസുഖം കൊണ്ട് അനുഭവിക്കുന്ന ഏത് വ്യക്തി ഉണ്ടെങ്കിലും ഈ ദീർഘകാലമല്ല, ഏതൊരു ചെറിയ ബുദ്ധിമുട്ടാണെങ്കിൽ ദീർഘകാലത്തിലാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യം വരിക. നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് പറ്റുന്നത് ഞാൻ പറഞ്ഞത് വലിപ്പത്തിലല്ല, കാലഘട്ടത്തിൽ നമുക്കൊരു 5 ദിവസം കൊണ്ട് മാറുന്ന പനി അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റ് വന്ന് 1 മാസം ഒന്ന് റെസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. ആ 1 മാസം സപ്പോർട്ട് സിസ്റ്റം പെട്ടെന്ന് എല്ലാവർക്കും കിട്ടാൻ സാധ്യതകൾ കൂടുതലാണ്. ദീർഘകാലത്തിലോട്ട് പോകുമ്പോഴാണ് പലപ്പോഴും ആ സാഹചര്യങ്ങൾ കുറവായി വരുന്നത്. ദീർഘകാലത്തിലോട്ട് പോകുമ്പോൾ അത്രയും നാൾ ആ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പലപ്പോഴും ഇന്നത്തെ നമ്മൾ കാണുന്ന ഒരു ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്ന രീതിയിൽ അത് ബുദ്ധിമുട്ടായിട്ടും വരും. അപ്പം അവിടെ ആ സമൂഹം ഒരുമിച്ച് വരികയും സമൂഹം ഒരുമിച്ച് വന്ന ആ ബുദ്ധിമുട്ട് കുറച്ച് വെക്കാൻ വേണ്ടി എല്ലാവരും കൂടി പരിശ്രമിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തുക എന്നുള്ളതാണ് പാലിയേറ്റീവ് കെയറിന് ഇനി മുന്നോട്ടുള്ളൊരു വിഭാവനം നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും കാണുന്നത്. സാർ, ഈ സമൂഹം ഒരുമിച്ച് വരിക എന്ന് പറയുമ്പോൾ ഇപ്പോൾ അരികെ പോലെ ഒരു പാലിയേറ്റീവ് കെയർ സെൻ്റർ ഒക്കെ ഉണ്ട്. അപ്പം എങ്ങനെയാണ്, ആരെയൊക്കെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ പ്രവർത്തനങ്ങളിലോട്ട്? ഡോക്ടർമാരോ നഴ്സുമാരോ മാത്രം മതിയാവില്ലല്ലോ. ഇല്ല, കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തി, ഒരു രോഗി എന്ന് പറഞ്ഞാൽ ഒരു ആരോഗ്യത്തിന് എന്തെങ്കിലും കുറവുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. പലപ്പോഴും ഈ രോഗി എന്നുള്ള പദത്തിന് തന്നെ ഒരു അർത്ഥം വരേണ്ടതുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ രോഗി എന്ന് പറഞ്ഞ് കാണുന്നത് ഒരു സഹായം വേണ്ട ഒരാളും നമ്മളെല്ലാവരും തികഞ്ഞ ആൾക്കാരായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഡോക്ടർ നഴ്സുമാരെന്നുള്ള ആരായാലും. പക്ഷേ നമ്മൾ സത്യം പറഞ്ഞൊരു ആരോഗ്യത്തിൻ്റെ ഒരു അടിസ്ഥാന ഡെഫിനിഷൻ എന്ന് പറഞ്ഞ് ചിന്തിച്ചാൽ ശാരീരികം, മാനസികം, സാമൂഹികമായിട്ടുള്ള നല്ലൊരു അവസ്ഥയാണ് ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥയായിട്ട് കണക്കാക്കുന്നത്. നമ്മൾ പലപ്പോഴും രോഗം, അസുഖം എന്ന് പറയുമ്പോൾ ശാരീരിക അവസ്ഥയെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതും. നമ്മളുടെ പഠനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. പക്ഷേ നമ്മളുടെ ശാരീരിക അവസ്ഥ കുറയുന്ന പോലെ തന്നെ മാനസികം, സാമൂഹികമായിട്ടുള്ള ഒറ്റപ്പെടലടക്കം എല്ലാം നമ്മളുടെ ഇന്ന് സമൂഹത്തിൽ കൂടുകയാണ്. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെയും നമുക്ക് സത്യം പറഞ്ഞ രോഗിയായിട്ട് ചിന്തിക്കാം. അങ്ങനെ ചിന്തിച്ചാൽ നമ്മളെല്ലാവരും ഒരു കണക്കിൽ ഏതെങ്കിലും രീതിയിൽ രോഗികളായിരിക്കും. അപ്പം ആ ഒരു അവസ്ഥയിൽ നമ്മൾ ആ ഒരു സങ്കടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടത്തിൽ കടന്നു പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് കുറക്കാൻ സഹായിക്കുന്നത് ചിലപ്പോൾ നമ്മളുടെ കുടുംബക്കാരായിരിക്കാം, അയൽവക്കക്കാരായിരിക്കും. അവരായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളുടെ കൂടെ സമയം ചെലവഴിക്കുന്നതും അവരായിരിക്കും. ഒരു ഡോക്ടർ, നഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സൈക്കോളജിനെ കുറിച്ച് സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പി, അങ്ങനെ ഏതൊരു മെഡിക്കൽ പ്രൊഫഷൻ എടുത്താലും ആ വ്യക്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ രോഗത്തിന് കൂടെയുള്ള യാത്രയിൽ ചെറിയൊരു ശതമാനം മാത്രമുള്ള ആ വ്യക്തി ഇങ്ങനത്തെ ഒരു ആൾക്കാരായിട്ട് കണ്ടിന്യൂസ്ലി ഇൻട്രാക്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി നേരം മൊത്തം ഈ പറഞ്ഞ കുടുംബവും സമൂഹമായിട്ടാണ്, ചുറ്റുപാടുമായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ ഈ കുടുംബത്തിനെയും ആ വ്യക്തിനെ തന്നെ, കുടുംബത്തിനെയും ആ ചുറ്റുവട്ടുള്ളവരെയും ആരോഗ്യത്തിനെ കുറിച്ചും ആ വ്യക്തിക്ക് വേണ്ട രീതിയിൽ ആ ബുദ്ധിമുട്ട് കുറച്ചു കൊടുക്കാൻ എന്ത് ചെയ്യാന്നുള്ള രീതിയിൽ കൂടുതൽ പ്രാപ്തരാക്കി
അത് അവർക്ക് ആഗ്രഹമുണ്ട് ചെയ്യണമെന്ന്, പക്ഷെ പലപ്പോഴും അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇല്ലാത്തതായിരിക്കും, കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ലാന്നതായിരിക്കും. അത് കൂടുതൽ കൊടുത്തുകൊണ്ട് ആ കണ്ടിന്യൂറ്റി ഓഫ് കെയർ ഉറപ്പിക്കുക. കാരണം പലപ്പോഴും കണ്ടിന്യൂറ്റി ഓഫ് കെയർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡോക്ടറിന് എല്ലാ ദിവസവും ചെന്ന് രോഗിനെ കാണാൻ പറ്റൂല, ഒരു നേഴ്സിനായാലും ചിലപ്പോൾ എല്ലാ ദിവസവും ചെന്ന് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കാണാൻ പറ്റൂല. പക്ഷെ ഒരു കുടുംബത്തിന് അത് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റും. അയൽവക്കക്കാർക്ക് അവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ കൂടുതലുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ആരോഗ്യ പ്രവർത്തകരല്ലാത്ത ആരും ആരോഗ്യം നൽകാൻ പ്രാപ്തരല്ല എന്നുള്ളൊരു ചിന്താഗതി ഇന്ന് മാറ്റിയാണ് ഈ പറഞ്ഞ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് എന്ന് പറഞ്ഞ സമൂഹം. അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാവരെയും ആരോഗ്യപരമായിട്ടുള്ള ചിന്തയിൽ മെച്ചപ്പെടുത്തുക, അവരെ കൂടുതൽ എംപവറിങ് എന്നുള്ള രീതിയിലോട്ട് കണ്ടുകൊണ്ട് നമ്മളൊരു ഡോക്ടറോ നഴ്സോ ഒരു രോഗിനെ കാണുമ്പോഴും ഇനി ഞാനടുത്ത 30 ദിവസം, അടുത്ത 6 മാസം ഈ വ്യക്തിക്ക് സ്വന്തമായിട്ട് ആരോഗ്യം നിലനിർത്താൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ആ വ്യക്തിയെയും കുടുംബത്തിനെയും സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ എംപവർ ചെയ്യുക എന്നുള്ള രീതിയിലോട്ടാണ് നമ്മളിത് കാണുന്നത്. പാലിയേറ്റീവ് കെയറുകാർ വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതെ, എല്ലാം ജോലി ജോലി കൊടുക്കാനായാലും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടാൽ ഇപ്പോൾ നമ്മൾ പാലിയേറ്റീവ് കെയർ എന്നുള്ള ചിന്തയിലോട്ട് പിന്നെയും കൂടുതൽ പോയാൽ കൂടുതലും വീട്ടിൽ പെട്ടുപോയ വ്യക്തികളാണ്. അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നമ്മൾ മനുഷ്യരെ തന്നെ 3ആക്കി ഡിവൈഡ് ചെയ്യുന്നത് കട്ടിലിൽ തന്നെ പെട്ടുപോയ, കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പരസഹായം ഉണ്ടെങ്കിൽ മാത്രമേ എഴുന്നേക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു കാറ്റഗറി. കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ, പക്ഷേ വീട്ടിൽ നിന്ന് പുറത്ത് പോകണമെങ്കിൽ വേറൊരു പരസഹായം വേണം. പുറത്ത് പോകാൻ പറ്റും, പക്ഷേ അസുഖം കൊണ്ടാണ് ജീവിക്കുന്നത്, പിന്നെ അസുഖം ഇല്ലെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് വീട്ടിൽ കട്ടിൽ കിടപ്പിലോ വീട്ടിലായവർക്ക് അവർക്ക് പുറത്തിറങ്ങാൻ പരസഹായം വേണം. അപ്പം എനിക്കിന്നൊരു ചായ കുടിക്കാൻ പോയി എനിക്ക് 2 പേരെ കാണണം, എനിക്കൊരു ഒറ്റപ്പെടൽ തോന്നുന്നുണ്ട്, 4 പേരെ കാണാമെന്ന് വിചാരിച്ചാൽ ഇന്ന് നമുക്ക് പറ്റും. അത് പറ്റാണ്ടാകുമ്പോൾ ഒരു പരസഹായം അനിവാര്യമായിട്ടും എത്തണം. ഈ എത്തുക എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പത്തിൽ എത്താൻ പറ്റുന്നത് ആ ചുറ്റുവട്ടത്തുള്ള അയൽവക്കക്കാർക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വർഷം നമ്മൾ IMA കൊച്ചിൻ്റെ ഭാഗമായിട്ട് കാലങ്ങളായിട്ട് മലപ്പുറത്തും കോഴിക്കോടൊക്കെ വരുന്നുണ്ട്. നമ്മളപ്പോൾ എറണാകുളം എല്ലാവരും പറഞ്ഞൊരു ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്, ആൾക്കാർക്ക് അങ്ങനെ പറ്റൂല, സമയം ഉണ്ടാവില്ല. കൂടെ നമ്മളൊരു എന്നുള്ളൊരു പ്രൊജക്റ്റ് എട്രാക്കും ക്രെഡ എല്ലാവരും കൂടി ചേർന്ന് ജില്ലാ ഭരണകൂടെ എല്ലാവരുമായിട്ടൊരു നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു ഉറപ്പ് ഞാൻ കൂടെ ഉണ്ടെന്നുള്ള. പലപ്പോഴും നമ്മൾ പോട്ടെ സാരമില്ല അതൊന്നും പറയണ്ട എന്നുള്ളതല്ല, അത് പറഞ്ഞാൽ ആശ്വാസം കിട്ടുന്നതിനെക്കാട്ടും ഞാൻ കൂടെ ഉണ്ട് അതുകൊണ്ട് പോട്ടെ സാരമില്ലെന്ന് പറഞ്ഞാൽ അതിനൊരു ധൈര്യം കൂടുതലാണ്. ആ രീതിയിലൊരു ഉറപ്പ് പരസ്പരം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ സമൂഹത്തിന് കൂടുതൽ സമൂഹം ഇത് ചെയ്യുന്നുണ്ട്. പലപ്പോഴും നിങ്ങളത് ചെയ്യരുത്, നിങ്ങളത് പോകാൻ പാടില്ല, അങ്ങനെ ഒരു കിടപ്പ് രോഗിനെ കാണാൻ പോകണമെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ, അല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയാം. പക്ഷേ നമ്മുടെ കുടുംബത്തിൽ നമ്മളെ ഡോക്ടർ നഴ്സ് എന്നുള്ള മാറ്റി വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അയാളെ പോയി കാണുക എന്നുള്ളത് നമ്മളുടെ ഒരു സാധാരണ കാര്യമാണ്. അത് നമ്മുടെ അയൽവക്കത്തുള്ള ഒരാളാണെങ്കിൽ അവരെ പോയി കാണുക എന്നുള്ളൊരു സാധാരണ കാര്യമാണ്. അത് കാണുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെച്ചപ്പെട്ട രീതിയിൽ നമ്മളുടെ ആ വിസിറ്റ് ആക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും ഒരു ട്രെയിനിങ് എന്നുള്ള അല്ലെങ്കിൽ എംപവർമെൻ്റ് എന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുന്നത്. അപ്പം ആ രീതിയിൽ സമൂഹത്തിനൊട്ടാകെ അങ്ങനത്തെ രീതിയിലൊന്ന് എംപവർ ചെയ്താൽ ഇന്ന് ദീർഘകാല രോഗം കൊണ്ടോ എന്ത് ബുദ്ധിമുട്ടുണ്ടോ അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാകാൻ സമൂഹം തന്നെ ഉണ്ടാകുകയും അതിൻ്റെ അകത്ത് മെഡിക്കൽ പ്രൊഫഷണൽ ഹെൽപ്പ് എപ്പോൾ വേണമെന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പം ഇത് കണ്ടാൽ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നിട്ടും ഈ വ്യക്തി ഉദാഹരണത്തിനൊരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്, ഒറ്റപ്പെടലാണ്. ഒറ്റപ്പെടൽ നമ്മൾ ചെന്ന് പിള്ളേരൊക്കെ ഇപ്പോൾ അയൽവക്കത്തുള്ള പിള്ളേരെല്ലാവരും വന്നു, അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് എല്ലാവരും ഒരു കാർഡ് ഉണ്ടാക്കി കൊടുത്തു, വെറുതെ ഒരു പേപ്പറിൻ്റെ അകത്തുനിന്ന് വരച്ചു കൊടുത്താൽ തന്നെ അപ്പം അത് ചെയ്തിട്ടും ആള് വിഷാദത്തിലാണ്, എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ അവരെ സഹായിക്കാൻ ഒരു മെഡിക്കൽ സിസ്റ്റം ഉണ്ടാകണമെന്നുള്ളതാണ് ഒരു മെഡിക്കൽ സിസ്റ്റം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സർവീസ് എന്നുള്ള രീതിയിൽ നമ്മളിന്ന് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഇന്നൊരു ആരോഗ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലോ ക്ലിനിക്കിലോട്ടോ അങ്ങോട്ട് പോകണം. അപ്പോൾ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ട് ചെല്ലുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ബാരിയറാണ്. അത് ഈ ഹോം ബൗണ്ടിന് മാത്രമല്ല, ആർക്കും ഇപ്പോൾ പോണ വഴിക്ക് തിയേറ്റർ കണ്ടാൽ സിനിമ തിയേറ്ററിൽ കയറാൻ തോന്നും, പക്ഷെ പോണ വഴിക്ക് ക്ലിനിക്ക് കണ്ടാൽ എനിക്കൊന്ന് കയറിയേക്കാന്ന് ആരും വിചാരിക്കില്ല. അപ്പം അങ്ങോട്ട് ചെല്ലുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് അത്ര രസമുള്ളൊരു കാര്യമല്ല ഒരു ക്ലിനിക്കിലോട്ടോ ഹോസ്പിറ്റലിലോട്ടോ പോകുന്നത്. എന്നിരുന്നാൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ചെല്ലാണ്ട് അരികയിലോട്ട് എങ്ങനെ എത്തിക്കാം, ഒരു വ്യക്തിൻ്റെ അടുത്തോട്ട് എങ്ങനെ ഒരു ആരോഗ്യ സംവിധാനം എത്തിക്കാം എന്നുള്ളതിലും അതിൽ തുടക്കം കുറിക്കുന്നത് ശരിയാണ് കിടപ്പ് രോഗികളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരിൽ കൂടിയാണ്. അതിൽ കൂടെ അതിനെ പതുക്കെ വളർത്തിയ ഈ രീതിയിലോട്ടൊരു സംവിധാനം ഉണ്ടാക്കാനും അതിൽ നിന്നും പണ്ടൊക്കെ നമുക്ക് ചിന്തിക്കുന്ന പോലെ ഒരു ഫാമിലി ഫിസിഷ്യൻ
നമുക്കൊരു ഫാമിലി ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് നമ്മളെ കുടുംബമായിട്ട് മനസ്സിലാക്കുന്നതും എൻ്റെ ദീർഘകാലമായിട്ട് എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു മനസ്സിലാക്കുന്ന ഒരു ഡോക്ടറോ നഴ്സോ എനിക്ക് ചുറ്റുമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എൻ്റെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുകയും ആ വ്യക്തി എനിക്ക് വേണ്ടി ഞാനൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണുമ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുന്നൊരു ആളുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ തന്നെ നമ്മൾ പേഴ്സണൽ ലൈഫിലോട്ടുള്ളത് പലരും നമ്മൾ വിളിക്കുന്നത് ഒന്നാ ഡോക്ടറായിട്ടൊന്ന് സംസാരിക്കുക എൻ്റെ കാര്യം ഒന്ന് എന്താണെന്നൊന്ന്. അപ്പോൾ ആ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ ചിലപ്പോൾ അവരെ പേഴ്സണലി അറിയുന്നൊരു വേണമെന്നുള്ളൊരു. അപ്പോൾ ഈ രീതിയിലോട്ട് ഹോം കെയർ പ്ലസ് ഒരു ഫാമിലി ക്ലിനിക് കൺസെപ്റ്റിലോട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്, ആ രീതിയിൽ അതൊരു കോമൺ കാര്യമായിട്ട് മാറുകയും എല്ലാവർക്കും അത് ആക്സസിബിൾ ആകുകയും ചെയ്യുന്നൊരു അവസ്ഥയിലോട്ട് എത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഇങ്ങനത്തെ ഇനീഷ്യേറ്റീവ്സ് അരികേൻ്റെ ആയാലും ഈ ഒരു ഇനീഷ്യേറ്റീവിൽ നമ്മൾ മുന്നിൽ കാണുന്നത്. രോഗികൾ എന്ന് നമ്മൾ കാണാത്തവർക്കും കൂടി അതെ, കാരണം പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ കുട്ടികളുടെ കേസിലാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് പീഡിയാട്രിക് പാലിയേറ്റീവ് കെയർ എന്നുള്ള വിഷൻ കൂടുതൽ മെച്ചപ്പെടുത്താൻ എല്ലാ പീഡിയാട്രിഷ്യൻസ് തന്നെ പലപ്പോഴും നമ്മൾ പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് പാലിയേറ്റീവ് കെയറിൽ ട്രെയിൻഡായ കുറച്ച് പേര് മാത്രം പാലിയേറ്റീവ് കെയർ ചെയ്യുന്നു എന്നുള്ളതിൽ നിന്ന് മാറി എല്ലാവരും അത് പഠിക്കുകയും പീഡിയാട്രിഷ്യൻസ് മുന്നോട്ട് വന്ന് ഞങ്ങൾക്ക് പഠിക്കണമെന്ന് പറഞ്ഞ് വന്ന് അവർ പഠിച്ച് എങ്ങനെയാണ് ദീർഘകാലം ഈ ബുദ്ധിമുട്ടുകൊണ്ട് അനുഭവിക്കുന്ന കുട്ടികൾ അനുഭവിക്കുന്ന അവരുടെ വീട്ടിൽ നിന്ന് നടക്കുന്നു. പലപ്പോഴും ഇന്ന് കാണുന്നത് ആരോഗ്യ സംവിധാനത്തിൽ നമ്മൾ ഹോസ്പിറ്റൽ ക്ലിനിക്കിലോട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ട് എങ്ങനെയാണ് ഈ വ്യക്തി എൻ്റെ അടുത്ത് വന്ന കണ്ട വ്യക്തി എങ്ങനെയാണ് വീട്ടിൽ ചികിത്സ നടക്കുന്നതെന്ന് ചിന്തിക്കാൻ പോലും നമുക്കൊരു ചിലപ്പോൾ പറ്റുന്നില്ല. നമ്മളത് ചിന്തിക്കാറില്ല. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ പല സ്റ്റാൻഡേർഡ്സ് കൂട്ടി, സ്റ്റാൻഡേർഡ്സിൽ നിന്ന് ഡിസ്ചാർജ് ആയാൽ പിന്നെ ഈ വ്യക്തി വീട്ടിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നല്ലൊരു ചികിത്സ കൊടുത്തു, പക്ഷെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ആ ചികിത്സ കിട്ടുന്നില്ലെങ്കിൽ ഈ വ്യക്തി ഒരിക്കലും ഹോസ്പിറ്റലല്ല ജീവിക്കുന്നത്, വീട്ടിലാണ് അടിസ്ഥാനമായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ വീട്ടിൽ എങ്ങനെ ചികിത്സ എത്തണം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പറയുന്നത് ഹോം കെയർ എല്ലാവരും പോകണമെന്നതിനേക്കാട്ടെ കൂടുതൽ ഹോം ബേസ് കെയർ, വീട്ടിൽ എങ്ങനെയായിരിക്കും ചികിത്സ നടക്കുന്നത് എന്നുള്ള ഒരു ധാരണ ഉണ്ടാകുന്ന ഒരു സിസ്റ്റവും കൂടി ഡെവലപ്പ് ആണെന്ന്. എന്നിരുന്നാൽ മാത്രമേ ഒ പിയിൽ ഇരുന്നുകൊണ്ട് ചികിത്സിക്കുന്നത്. ഞാൻ എപ്പോഴും എക്സാമ്പിൾ പറയുന്നത്, ഞങ്ങൾ ഒരു പ്രാവശ്യം ഹോം കെയർ പോയപ്പോഴത്തേക്കും ഒരു അപ്പച്ചൻ ഇൻസുലിൻ എടുക്കുന്നതാണ്. ഇൻസുലിൻ നമ്മൾ പലപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിടുക തണുപ്പത്ത് വെക്കണം, ഫ്രിഡ്ജിൽ വെക്കണം എന്നുള്ളത്. ഈ അച്ഛന് വീട്ടിൽ ചെന്നപ്പോൾ ഫ്രീസറിൽ ഒരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളത്തിൽ ഇൻസുലിൻ്റെ ഇത് വെച്ചേക്കണം. കാരണം അച്ഛന് 1 മണിക്കൂർ ആ ഫ്രിഡ്ജ് ഓണാക്കി വെച്ചാൽ ഇത് ഐസാവും, ഇപ്പം 5-8 മണിക്കൂറത്തേക്ക് തണുത്തിരിക്കും. അപ്പോൾ ആ ഫ്രിഡ്ജിൽ വേറൊന്നും ഫുൾ ടൈം ഫ്രിഡ്ജിൽ വേറൊന്നും വെക്കാനില്ല വീട്ടിൽ. അപ്പോൾ ആ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത് ഈ ഇൻസുലിന് വേണ്ടി മാത്രമാണ്. ഫുൾ ടൈം ഫ്രിഡ്ജ് ഓണാക്കി വെച്ചാൽ കറണ്ട് ഇതാവില്ല. അതുകൊണ്ട് 1 മണിക്കൂർ ഓൺ ചെയ്ത് വെക്കും, 5-8 മണിക്കൂർ ഓഫ് ആക്കിയിടും. ഈ ഇൻസുലിൻ എടുക്കുന്ന അച്ഛൻ നാളെ ഒ പി ചെന്ന് നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് ഇൻസുലിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടി നിന്നാൽ എന്തായിരിക്കും അതിൻ്റെ ഇതെന്നുള്ളത് ഞാൻ പറയണ്ട. അപ്പം അത് നമ്മൾ എന്താണ് ആ വീട്ടിൽ നടക്കുന്നതെന്നുള്ളൊരു ധാരണ കിട്ടുന്നൊരു സിസ്റ്റം. ആ വീട്ടിൽ എപ്പോഴെങ്കിലും കണ്ടൊരു നേഴ്സ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ പോയ ഡോക്ടറും ആ പറഞ്ഞ ട്രീറ്റിംഗ് ഡോക്ടറായിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ ഇതാണ് അവസ്ഥ, അതുകൊണ്ട് നമ്മൾക്ക് വേറെ എന്തെങ്കിലും പറ്റുമോ, ഇല്ലെങ്കിൽ അവിടെ തന്നെ ഇൻസുലിൻ തന്നെ കൊടുക്കേണ്ടതാണെങ്കിൽ ഒന്ന് അയൽവക്കക്കാരെ ചെന്ന് കണ്ടിട്ട് ഈ ഇൻസുലിൻ അവിടെ വെച്ചിട്ട് 2 രൂപ എടുത്ത് കൊടുക്കുമോ എന്ന് പറഞ്ഞാൽ തീരാവുന്ന സൊല്യൂഷൻസ് ആണ്. പക്ഷെ ആ രീതിയിലോട്ട് നമ്മൾ സാമ്പത്തികം മാത്രമല്ല, പലപ്പോഴും ഇപ്പോൾ നേരത്തെ മാറിൻ്റെ സർജറി കഴിഞ്ഞ് കൈക്ക് നീര് വരും. അപ്പോൾ നമ്മൾ പലപ്പോഴും അഡ്വൈസ് ചെയ്യും വീട്ടിലൊന്നും പൊക്കരുത്, ഹെവി ആയിട്ടുള്ളൊന്നും ചെയ്യരുത്. വീട്ടിൽ രാവിലെ മക്കളെല്ലാവരും ജോലിക്ക് പോയി, കൊച്ചുമക്കൾ സ്കൂളിൽ പോയി, ഒറ്റയ്ക്ക് ഇരിക്കുന്നു, കുളിക്കണമെങ്കിൽ വെള്ളം എടുക്കണം. അപ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ്ലി നമ്മൾ പറയുന്നത് ഇനി കുളിക്കരുതെന്നാണോ? അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യാൻ, അപ്പം അതിനുവേണ്ടി സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കാണ്ട് നമ്മളുടെ അഡ്വൈസ് ഒരിക്കലും പൂർത്തിയാകുന്നില്ല. അപ്പോൾ അവിടെയാണ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമ്മൾക്കും ഒരു ആരോഗ്യപ്രവർത്തന രീതിയിൽ കറക്റ്റായിട്ട് ആ വ്യക്തിനെ ചികിത്സിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാവുള്ളൂ. അത് എല്ലാ ആരോഗ്യപ്രവർത്തനം വീട്ടിലോട്ട് പോകാമെന്നുള്ള ഇപ്പോൾ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷേ വീട്ടിൽ നിന്ന് നടക്കുന്നു ഫീഡ്ബാക്ക് കിട്ടുന്ന ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ആരോഗ്യ സംവിധാനം വരാനും, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ദീർഘകാല രോഗങ്ങൾ, കാരണം നമുക്കറിയാം കേരളം അതിൻ്റെ ഒരു ക്യാപിറ്റലാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ദീർഘകാല. അപ്പോൾ അതിൻ്റെ കൂടെ ആയുർവേദം കൂടുന്തോറും അതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇനി അങ്ങോട്ട് കൂടാൻ പോവുകയാണ്. കേരളം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു സ്റ്റേറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രായാധിക്യം കൊണ്ട് സിൽവർ ലൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തോട്ടെല്ലാം കടക്കുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യം കൂടി വരികയാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും അതിൻ്റെ പ്രാധാന്യം കൂടി വരികയാണ്. ഇന്ത്യയിൽ ചിലപ്പോൾ കേരളം ഒരു ആദ്യത്തെ സംസ്ഥാനം ആ രീതിയിലോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ എങ്ങനെ ആയിരിക്കണം ഒരു ആരോഗ്യ സംവിധാനമൊന്നും, ആരോഗ്യ സംവിധാനത്തിൽ കുടുംബവും നാട്ടുകാരും ആ വ്യക്തിയും ആരോഗ്യ പ്രവർത്തകരും എല്ലാവരും കൂടി കൂടിച്ചേർന്ന് എങ്ങനെ ആ വ്യക്തിൻ്റെ ബുദ്ധിമുട്ട് മാറ്റി വെക്കാമെന്ന് ചിന്തിക്കുന്നത് പലപ്പോഴും നമ്മളുടെ ഒരു അത്യാഗ്രഹമായിട്ട് മാറാറുണ്ട് ചില കാര്യത്തിൽ. പക്ഷെ കുറച്ചെങ്കിലും
നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തോരം കുറക്കാൻ പറ്റും എന്നുള്ളത് കുറേയും കൂടി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആരോഗ്യ സംവിധാനത്തിലോട്ട് പോകണം എന്നുള്ളതിൻ്റെ ഒരു പൈലറ്റായിട്ടാണ് ആക്ച്വലി നമ്മൾ അരികെ എന്ന് പറഞ്ഞത്. കാരണം 30 വർഷമായി പാലിയേറ്റീവ് കെയർ മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ അരികയിൽ ഇപ്പം ചെയ്യുന്നത് ഇതുപോലെ വീട്ടിൽ ചെന്ന് നോക്കുന്ന അവസ്ഥ 24 മണിക്കൂറും അവൈലബിൾ ആക്കുക. കാരണം പലപ്പോഴും നമ്മൾ പാലിയേറ്റീവ് കെയറിൻ്റെ ഇപ്പോഴത്തെ ഹോം കെയർ സിസ്റ്റം കൂടുതലും പാലിയേറ്റീവ് കെയറിലാണ് നടക്കുന്നത്. എല്ലാം വൈകിട്ട് 5 മണിയാകുമ്പോൾ തീരും. ഇപ്പോൾ രാത്രി ബുദ്ധിമുട്ട് വന്നാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു വലിയ ചോദ്യം. അപ്പോൾ അങ്ങനെയാണ് അരികെ എന്നുള്ള കൺസെപ്റ്റിന് നമ്മൾ ഉണ്ടാക്കാൻ കാരണം. അപ്പം അതിൽ നിന്ന് കൂടുതൽ മനസ്സിലായത് നമ്മൾ വീട്ടിൽ ഹോം കെയർ പോകാൻ വേണ്ടി രാത്രി ഇപ്പോൾ 2 മണിക്ക് ശ്വാസം മുട്ടിയാലും വീട്ടിലൊരു നേഴ്സ് വരും. വീട്ടിൽ തന്നെ നോക്കേണ്ട പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നോക്കാം. വീട്ടിൽ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ വീട്ടിൽ തന്നെ കിടപ്പിലായ ഒരു വ്യക്തിക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഇനി ഒരു ക്യൂറേറ്റീവ് ഇൻറ്റൻറ്റിൽ വേറെ ചെയ്യാൻ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ സമാധാനമാക്കി കിടത്തുക എന്നുള്ളതാണ് അടിസ്ഥാനമായിട്ട് ആ വ്യക്തിക്ക് വേണ്ടത്. ആർക്കും പ്രായതിക്കുള്ള ആർക്കും പരമാവധി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട, എനിക്ക് വീട്ടിൽ തന്നെ കിടന്നാൽ വീട്ടിൽ തന്നെ ആ ബുദ്ധിമുട്ട് കുറക്കാൻ പറ്റാണ്ടാകുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകേണ്ടി വരിക. വീട്ടിൽ തന്നെ ചെന്ന് അതിനുള്ള മെഡിക്കൽ സിസ്റ്റം വീട്ടിൽ ചെന്ന് ഇഞ്ചക്ഷൻ കൊടുക്കാനും കാര്യങ്ങളും അത് അരികേക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ട് വരാൻ പറ്റില്ല. അതിൻ്റെ കൂടെ ടെലി കൺസൾട്ടേഷൻ. കാരണം കോവിഡ് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും വർക്ക് ചെയ്തപ്പോൾ അപ്പോഴാണ് ഈ ടെലി മെഡിസിൻ്റെ ഒരു ഉപയോഗം അത്രയും വാസ്റ്റായതും കുറേ കൂടി ലീഗലൈസ്ഡ് ആയിട്ട് സിസ്റ്റം വന്നത്. അപ്പോൾ ആ രീതിയിൽ കൂടെ നമ്മൾക്കിപ്പോൾ ഒരു ഫോളോ അപ്പ് സിസ്റ്റവും കൂടി ഉണ്ടാകുകയും നമ്മൾക്ക് വീട്ടിൽ ചെന്നാൽ പിന്നെ എന്ത് പറ്റി എന്നുള്ളത് ഒരു 3 മണിക്കൂർ കൂടുമ്പോഴോ 4 മണിക്കൂർ കൂടുമ്പോൾ ഫോളോ അപ്പ് ചെയ്താൽ ആ വ്യക്തിക്കും ടേക്കൺ കെയർ ആണ്. നമ്മൾക്ക് മെഡിക്കലി ആ വ്യക്തി ബുദ്ധിമുട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ട് കുറച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ഡിഗ്നിറ്റി ഇൻ ലൈഫ്, അവരുടെ ജീവിതത്തിലൊരു അവർക്ക് കിട്ടുന്ന ഒരു സമാധാനം കൊടുത്തുകൊണ്ട് ആ വ്യക്തിക്കും കുടുംബത്തിനും. പലപ്പോഴും മക്കൾക്കൊക്കെ കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ടാണ് അവസാനത്തെ കാലഘട്ടത്തിലുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്ക് ആ ബുദ്ധിമുട്ട് കാണണ്ട, അല്ലെങ്കിൽ അച്ഛൻ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട, അമ്മക്ക് ആ ബുദ്ധിമുട്ട് അനുഭവിക്കാണ്ടിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. അത് നമ്മൾക്ക് നല്ലൊരു ഹോം കെയർ, നല്ലൊരു ടെലിഫോളോ അപ്പ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ അരികെ ഒരു. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ അരികെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 5 കിലോമീറ്റർ റേഡിയസിൽ ഒരു പ്രൂഫ് ഓഫ് കൺസെപ്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്, അങ്ങനത്തെ ഒരു പ്രവർത്തന മേഖല, ഒരു പ്രവർത്തന രീതി ചെയ്യാൻ പറ്റുമെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ്. ഇനി അത് എല്ലായിടത്തോട്ടും എത്തണമെന്നുണ്ടെങ്കിൽ എല്ലായിടത്തോട്ടും ഇനി അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും പോകണം. അതിൻ്റെ അകത്ത് കുറഞ്ഞു നിൽക്കുന്നത് ഈ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷേ മലപ്പുറം, കോഴിക്കോട് പോലത്തെ ജില്ലയിലൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ പഠിച്ച് എങ്ങനെയാണ് നല്ലൊരു ആരോഗ്യ സംവിധാനത്തിലോട്ട് പോകാൻ പറ്റുക എന്നുള്ള ചിന്തയിലാണ് ഇപ്പോഴത്തെ അവസ്ഥകളുള്ളത്. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൺവെൻഷനായിട്ട് പഠിച്ചു വരുന്നൊരു മെഡിക്കൽ സയൻസും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അരികയുടെ ഹോം വിസിറ്റിന് വന്ന സമയത്ത് എനിക്ക് നമ്മൾ അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് വേണം ഈ വീടുകളിലോട്ട് ചെല്ലുമ്പോൾ ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട്. ഈ സാർ പറഞ്ഞ പോലെ ഇൻസുലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറേ ഇൻസ്ട്രക്ഷൻസ് അവർക്ക് കൊടുത്തു വിടും. അതൊക്കെ ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഇറലവൻ്റ് ആയിരിക്കും. നമ്മൾ ഹോം കെയറിൽ ചെല്ലുമ്പോൾ ടോട്ടലി ഒരു ഡിഫറെൻറ്റ് കാര്യമാണ്. പലപ്പോഴും ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ നേഴ്സസിന് ഹോസ്പിറ്റലിൽ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്ക് ഈ പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു കൺസെപ്റ്റ് ഒട്ടും കിട്ടുന്നില്ല. നമ്മുടെ ഒരു നോർമൽ സ്റ്റഡീസിൽ അത് എവിടെയും വരുന്നില്ല. അപ്പോൾ അതൊരു വലിയ പ്രശ്നമല്ലേ? അതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങളുടെ IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കൊച്ചിൻ ചാപ്റ്ററിൻ്റെ പ്രസിഡൻ്റായിരിക്കും. നമ്മൾ അവിടെ ചെയ്യുന്ന കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ഡോക്ടേഴ്സിനെല്ലാം വർഷത്തിലൊരു 4 മണിക്കൂർ ഇതൊന്ന് രുചിച്ചറിയാൻ, എന്താണ് നടക്കുന്നതെന്നും ഒന്ന് രുചിച്ചറിയാനുള്ള ഒരു ക്യാമ്പയിൻ നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നഴ്സിംഗ് കോളേജുകളിൽ നഴ്സസ് പുതിയതായിട്ട് പാസ്സായിട്ട് വരുന്ന എല്ലാവർക്കും ഒരു ഹോം കെയർ നിർബന്ധമായിട്ടും ഒരു പ്രാവശ്യങ്ങളൊന്ന് വീട്ടിൽ നമ്മളുടെ അടിസ്ഥാനം നമ്മൾ പഠിച്ചു വരുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് എക്സ്പോസ്ഡ് അല്ല, അല്ലെങ്കിൽ നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള കറക്റ്റ് ധാരണ കിട്ടുന്നില്ല. അപ്പോൾ ആ ധാരണ കിട്ടിയാൽ നമ്മൾ ഒരു പ്രാവശ്യം ഒറ്റക്ക് ഹോം കെയർ പോയാൽ നമുക്ക് മനസ്സിലാവും, ഓ ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞിട്ട് നമ്മൾക്ക് നേരത്തെ പറഞ്ഞാൽ നമ്മൾ പഠിച്ച പ്രകാരം ഇന്ന 5 അഡ്വൈസ് കൊടുക്കണം, ഇന്നത് ചെയ്യരുത്, ഇന്നതൊക്കെ ചെയ്യണം. വീട്ടിൽ ഇത് ചെയ്ത് കൊടുക്കാൻ ഉദാഹരണത്തിന് നേരത്തെ ലിംഫെഡിമ എന്ന് പറഞ്ഞ് കൈക്ക് നീര് വന്നാൽ ബാൻഡേജ് കെട്ടണമെന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. വീട്ടിൽ ആരും ഉണ്ടാകും ഇത് ബാൻഡേജ് കെട്ടിക്കൊടുക്കാമെന്ന് ചിന്തിച്ചാലാണ് നമ്മൾ മനസ്സിലാവുള്ളൂ ഇത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അല്ല പ്രാക്ടിക്കലി അവിടെ ഇത് നടക്കും. അപ്പോൾ അതിന് സ്ലീവാണോ നല്ലത്? അങ്ങനെ സ്ലീവ് ആണെങ്കിൽ നമുക്ക് സ്ലീവിനുള്ള, അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഒരു ആസ്പെക്ട് ഓഫ് ഹൗ ടു മേക്ക് ഇറ്റ് മോർ ഹ്യൂമെൻ. കാരണം നമ്മളിപ്പോൾ ഹ്യൂമെൻ അല്ലെന്നല്ല, നമുക്ക് എക്സ്പോഷർ ഇല്ലാത്തതുകൊണ്ട്. കാരണം നമ്മളൊരു വ്യക്തിയോ കാര്യങ്ങളോ ചിന്തിച്ചാൽ 95% ആ രോഗി ജീവിതം ചെലവഴിക്കുന്നത് വീട്ടിലാണ്. ആ വീട്ടിൽ എങ്ങനെയാണ് ഒരു ജീവിതം ചെലവഴിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആരോഗ്യപ്രവർത്തന രീതിയിൽ ശരിക്കും അയാളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞങ്ങൾക്കൊരു ഇതേപോലെ ഒരു കഥയുള്ള എയർബെഡ് പലപ്പോഴും ഇപ്പോൾ കോമൺ ആയി. എയർബെഡ് കിടപ്പ് രോഗിയായാൽ എയർബെഡ് വേണമെന്നുള്ളത് നാട്ടുകാർ കൊണ്ടുവരിക. ഒരു പ്രാവശ്യം എയർബെഡ് കൊടുത്തിട്ട് നമ്മളൊരു കോർഡിനേറ്റർ ആ എയർബെഡ് കൊടുത്ത
വീട്ടിൽ ചെന്ന് ഇപ്പോൾ ഒരു 10-15 വർഷം മുമ്പ്, അന്നൊക്കെ അവിടെ കോമൺ ആയി വരുന്നേ ഉള്ളൂ. ചെന്നപ്പോൾ ഈ വ്യക്തി കിടപ്പ് രോഗി ഈ ആൾ വിളിച്ചിട്ട് പറഞ്ഞു, സാർ എന്നോട് ചെയ്ത ഏറ്റവും വലിയ ചതി ഈ എയർബെഡാണെന്ന്. നമുക്ക് മനസ്സിലായില്ല. കാരണം അന്നത്തെ കാലത്ത് കിട്ടാൻ പോലും ഇല്ല, നല്ലത് വിചാരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ഏതായാലും നമ്മളുടെ പഠിച്ചു വെച്ചിട്ട് കിടപ്പ് രോഗിക്ക് ഇനി വരാൻ പോകുന്നത് മുറിവ്, കിടപ്പ് കാരണം ബെഡ് സോർ എന്ന് പറയുന്ന മുറിവാണ്. മുറിവ് വരാണ്ടിരിക്കണമെങ്കിൽ ഇതുണ്ടെങ്കിൽ അനങ്ങിക്കൊണ്ടിരിക്കും. എന്താന്ന് വെച്ചാൽ പറഞ്ഞു, ഈ ഇത് കൊണ്ടുവന്ന് വന്നപ്പോൾ സിസ്റ്റർ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇത് ഇനി പൊട്ടരുത്, സൂക്ഷിക്കണം. പൊട്ടാണ്ടിരിക്കുകയാണെങ്കിൽ കുട്ടികൾ നിൻ്റെ മേളിൽ കയറി ഇരിക്കരുത്. അപ്പോൾ ചേട്ടനല്ലാണ്ട് വേറെ ആരും ഇതിൻ്റെ അകത്ത് കിടക്കരുത്. അപ്പോൾ ആ വ്യക്തി 10-30-40 വയസ്സുകളിൽ സ്ട്രോക്ക് വന്നതാണ്. നമ്മൾ ലിറ്ററലി ചെയ്തിരിക്കുന്നത് സാഹിത്യമായിട്ട് പറഞ്ഞാൽ ആ വ്യക്തിൻ്റെ കിടപ്പുമുറി കയറി ആ വ്യക്തിക്ക് ചുറ്റൊരു 4 മതിൽ പണിതിട്ടാണ് നമ്മൾ അടുത്തേക്ക് എല്ലാവരും വരാൻ പേടി. അതായത് ആ വ്യക്തി നമ്മളെ മനുഷ്യനാക്കുന്നത് നമ്മൾ സാമൂഹ്യ ജീവിയാണ്. ഭാര്യയും കുട്ടികൾക്കും ഒരുമിച്ച് കിടക്കാൻ പോലും പറ്റാത്ത രീതിയിലോട്ടാണ് ആ ഒരു ബെഡ് സോർ വരാണ്ടിരിക്കാനെന്നുള്ള മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ ചിന്തയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന അഡ്വൈസ് ആ വ്യക്തിൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു വന്നിരിക്കുന്നത്. അത് പക്ഷെ അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീട്ടിൽ ചെന്ന് ആ വീട്ടിലെ സാഹചര്യവും ആ രീതിയിലോട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഡോക്ടർമാരും നഴ്സുമാരും വീട്ടിൽ പോകണമെന്നുള്ളതല്ല, പക്ഷെ നമ്മളുടെ ഒരു ട്രെയിനിങ്ങിലും നമ്മളുടെ ഒരു ചിന്തയിലും വീട്ടിൽ എങ്ങനെയായിരിക്കും ഈ വ്യക്തി ജീവിക്കുന്നത്. പ്രാക്ടിക്കലി എനിക്കാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനത്തെ കിടക്കയിൽ കിടക്കാൻ പറ്റുമോ? നമ്മളൊരു പ്രാവശ്യം എയർബെഡിൽ കിടന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, അതിൻ്റെ അത് കിടക്കുമ്പോൾ ഉറക്കം നമുക്ക് ഒരിക്കലും വരില്ല, ഇങ്ങനെ ഇടക്കിടക്ക് കുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് എന്തോരം പ്രാക്ടിക്കലാണ്. ആ പ്രാക്ടിക്കാലിറ്റി ഇല്ലെങ്കിൽ ആരോഗ്യം ഡെലിവർ ആകുന്നില്ല. നമ്മളൊരു പ്രിസ്ക്രിപ്ഷൻ എഴുതിയതുകൊണ്ട് 13 മരുന്നുണ്ട്, മരുന്ന് കഴിക്കാൻ മടിയായിട്ടുള്ളവരൊക്കെ 13 മരുന്ന് കൊടുത്താൽ എന്തോരം കഴിക്കുമെന്നുള്ളൊരു, അപ്പം അതിൽ നമ്മൾ അയാളെ ട്രെയിൻ ചെയ്തിട്ടുണ്ടോ? അഥവാ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ലെങ്കിൽ മിനിമം കഴിക്കേണ്ട 3 ഇതാണ്. കാരണം കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഗുളികേൻ്റെ വലിപ്പമോ ഗുളികേൻ്റെ ഒരു ചിലവോ വെച്ചിട്ട് ഗുളികേൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവില്ല. ചിലപ്പോൾ ഏറ്റവും ചെറിയൊരു ഗുളികയായിരിക്കും ടീച്ചർ വരാണ്ടിരിക്കാനുള്ള ഗുളിക. അപ്പം അത് ചെറുതായതുകൊണ്ട് ഞാൻ കഴിച്ചില്ല, വലിയ ഗുളിക കഴിച്ചു എന്ന്. അപ്പോൾ അത് നമ്മൾ എടുത്തു പറയേണ്ടി വരും, ഇന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ഉദാഹരണത്തിന് എനിക്ക് തോന്നുന്നത് ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ ഇൻഹേലറാണ്. ഇൻഹേലർ പ്രിസ്ക്രൈബ് ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ്. ഒരു മെഡിക്കൽ പ്രൊഫഷണൽ നമുക്ക് തന്നെ കറക്റ്റായിട്ടൊരു ഇൻഹേലർ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് എന്തോരം നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റാറുണ്ട്. OP-ലിരുന്ന് ഒരു പ്രാവശ്യം ഒന്ന് അടിച്ചു കാണിച്ചു പോലും കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അടിക്കുമ്പോൾ അപ്പം തന്നെ ശ്വാസം എടുക്കണം എന്ന് പറയാന്നല്ലാണ്ട് 2 പ്രാവശ്യം ആ സിങ്ക്രണൈസേഷൻ കിട്ടണമെങ്കിൽ അത്രയും പ്രാവശ്യം ചെയ്യണം. അപ്പം അത് ചെയ്യുന്ന കറക്റ്റാണോ എന്ന് പോലും നമ്മൾ കാണുന്നില്ല. ഞാൻ പലപ്പോഴും ഹോസ്പിറ്റലിലെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ പലപ്പോഴും ചലഞ്ച് ചെയ്യാറ്, നമ്മൾക്ക് എത്ര പേർക്ക് ഒരു കിടപ്പ് രോഗീൻ്റെ ബെഡ്ഷീറ്റ് മാറ്റാൻ അറിയാം അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു കിടപ്പ് രോഗി വീട്ടിലോട്ട് വന്നാൽ വീട്ടിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഞാൻ ബെഡ്ഷീറ്റ് എങ്ങനെ മാറ്റും. നമ്മളൊക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബെഡ്ഷീറ്റ് മാറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ബെഡ്ഷീറ്റ് മാറ്റണമെന്നെങ്കിൽ 4 പേര് വേണം. ഈ ആളുടെ കൈയും കാലും പൊക്കണം, ഒരാൾ ബെഡ്ഷീറ്റ് അപ്പോൾ വലിച്ചെടുക്കണം, ഒരാൾ അടുത്ത ആൾ പെട്ടെന്ന് ബെഡ്ഷീറ്റ് വിരിക്കണം. 5-8 പേരുണ്ടെങ്കിലേ ബെഡ്ഷീറ്റ് മാറ്റാൻ പറ്റുള്ളൂ. 5-8 പേര് ഒരുമിച്ചൊരു വീട്ടിൽ കിട്ടുക എന്നുള്ള ഈ കാലഘട്ടത്ത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. എന്നിരുന്നാൽ നമ്മളുടെ ആരോഗ്യ സംവിധാനം ഇനിയും പഠിക്കേണ്ടതുണ്ട്. ഇങ്ങനത്തെ വ്യക്തിയെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ എങ്ങനെ നമുക്ക് ആ ബെഡ്ഷീറ്റ് മാറ്റാമെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണം വീട്ടിലോട്ട് വിടാൻ. പഠിപ്പിച്ചു കൊടുത്താൽ പോരാ, വീട്ടുകാരത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന്. ഇപ്പം നമ്മളൊരു പ്രാക്ടിക്കൽ എക്സാമിനേഷന് പോകുന്നതിനെക്കാട്ട് മുമ്പ് നമ്മൾ പല പ്രാവശ്യം പഠിപ്പിച്ചെന്ന് നമ്മൾ പല പ്രാവശ്യം ചെയ്തായിരിക്കും ചെയ്യുമ്പോൾ തെറ്റിപ്പോകുന്നത്. നമ്മൾ അത്രയും പ്രാവശ്യത്തെ ട്രെയിനിങ്ങും ഇൻറ്റൻസീവ് ഇതിൽ കൂടി വന്നിട്ടാണ് നമ്മളത് ഓർത്ത് ഇരിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ വീട്ടുകാർക്ക് ഉള്ളൊരു ഗുണം ആ വ്യക്തിക്കും ആ പരിചാരനും തമ്മിലുള്ള സ്നേഹബന്ധം കൊണ്ട് പഠിക്കാനുള്ള, നമ്മളൊക്കെ നിർബന്ധിതമായി പഠിക്കുന്നതും ഇഷ്ടപ്പെട്ട് പഠിക്കുന്നതും എന്നുള്ള വ്യത്യാസത്തിൽ പഠിക്കാൻ തയ്യാറാണ്. പക്ഷേ തെറ്റുകൾ വരാം. കാരണം കറക്റ്റായിട്ട് എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മളൊരു 10 സ്റ്റെപ്പ് പറഞ്ഞാൽ 3 വിട്ടുപോയിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പിച്ചിട്ട് വേണ്ട എല്ലാ കിടപ്പ് രോഗികളും വീട്ടിലോട്ട് വിടാൻ എന്നുള്ള ചിന്തയിൽ പോലെ തന്നെ അല്ല. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ഹോസ്പിറ്റലിൽ ചികിത്സിക്കുന്നത് മാത്രം നമ്മളൊരു ഘടനയായിട്ട് എടുക്കാണ്ട് എങ്ങനെയാണ് ഈ വ്യക്തിക്ക് വീട്ടിൽ ചികിത്സ കിട്ടാൻ പോകുന്നതിനുള്ളൊരു ഘടനയെ കുറിച്ചും കൂടുതൽ. അതിലാണ് ഹോം കെയറിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത്. പലപ്പോഴും മെഡിക്കൽ ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ആയിരിക്കണം എന്നില്ല ഹോം കെയറിന് പോകുന്നത്. വോളണ്ടിയേഴ്സ് ആയിട്ടുള്ളവരും പോകും. ഇവർ കാത്തിരിക്കുകയായിരിക്കും ഇവരെ കാണാൻ വേണ്ടിയിട്ട്. രോഗികളും അതെ, വീട്ടുകാരും അതെ. അവർക്ക് വിശേഷം പറയാം, ഒരു അതിഥി വരുന്ന പോലെ ഭയങ്കര സ്നേഹത്തിലാണ് അവർ. ഡോക്ടറെ അടുത്ത് കാണുന്നതിനേക്കാളും കൂടുതൽ വീട്ടിലൊരാളായിട്ടാണ്
ഈ വോളണ്ടിയർമാർ വരുന്നവരൊക്കെ ഈ ഫാമിലി കാണുന്നത്, അവർക്കൊരു സന്തോഷമാണ് അങ്ങനെ വരുമ്പോൾ. അപ്പോൾ ഹോം കെയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കെയർ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇമോഷണൽ സപ്പോർട്ട്. അതായത് ഞാൻ നേരത്തെ ഒരു വ്യക്തി നമ്മൾ രോഗി എന്തെന്ന് വിളിച്ചാലും, ഡോക്ടറോ രോഗിയെന്നോ നേഴ്സ് എന്ത് വിളിച്ചാലും നമ്മളെല്ലാം വ്യക്തികളാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സാമൂഹിക ജീവിയാണ്. അപ്പോൾ സാമൂഹിക ജീവിക്ക് ഏറ്റവും അടിസ്ഥാനം വേണ്ടത് നമുക്ക് ബാക്കിയുള്ളവരെ സോഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾക്ക് ഒറ്റയ്ക്ക് പുറത്ത് പോയി സോഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സമൂഹം എൻ്റെ വീട്ടിലോട്ട് വരണം. ഇന്ന് സങ്കടകരമായിട്ടുള്ളൊരു കാര്യം, കൂടുതലും പാലിയേറ്റീവ് കെയർ എന്നുള്ള ഫോർമാറ്റിലാണ് ഇപ്പോൾ വീട്ടിലോട്ട് ചെല്ലുന്നത്. ഞങ്ങളുടെ നേഴ്സസ് വീട്ടിൽ ചെല്ലുമ്പോൾ പലപ്പോഴും നേഴ്സുമാരെ കാത്തിരിക്കുന്നത് ചെയ്യുന്ന പ്രൊസീജിയറിന് വേണ്ടിയല്ല, ഈ നേഴ്സുമാർ വരുമ്പോഴാണ് ഒന്ന് സംസാരിക്കാൻ കിട്ടുക. അപ്പോൾ നമ്മളെപ്പോഴും പറയും നേഴ്സ് ചികിത്സിക്കുന്നതിൻ്റെ കൂടെ സംസാരിക്കാൻ വേണ്ടി മാത്രം ഒരു നേഴ്സ് വീട്ടിലെത്തുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഈ വ്യക്തിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് അയൽവക്കക്കാർക്കാണ്. കാരണം ആഴ്ചയിൽ അരമണിക്കൂർ മാറ്റി വെക്കാൻ പറ്റിയാൽ ആൾക്ക് ഇടക്ക് വന്ന് പോകാം. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ പാലിയേറ്റീവ് കെയർ കിട്ടുവാനും സർക്കാർ പറഞ്ഞിരിക്കുന്നത് എല്ലാ കിടപ്പ് രോഗികൾക്കും ഒരാളെങ്കിലും ആഴ്ചയിൽ ഒരു അരമണിക്കൂർ ചെല്ലുന്നൊരവസ്ഥയിലോട്ട് പറ്റുമോ. കാരണം അതെങ്കിലും ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പം അതിൻ്റെ അത് കാരണം നേരത്തെ പറഞ്ഞ പോലെ ആ വ്യക്തിക്ക് ഏറ്റവും ആവശ്യം ചികിത്സയോ മരുന്നോ ഒന്നുമല്ല. കാരണം ഉണ്ടാകാം, ഇപ്പോൾ വേദന ഉള്ളപ്പോൾ മരുന്ന് തന്നെ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ ബുദ്ധിമുട്ടുള്ളപ്പോൾ അതിനുള്ള കുറച്ച് കൊടുക്കാൻ വേണ്ടി മരുന്നുകളും കൂടി വേണം. പക്ഷെ അതിനെക്കാട്ടെ കൂടുതൽ സ്ഥിരമായിട്ട് വേണ്ടത്, വോളിയത്തിൽ ചിന്തിച്ചാൽ ഏറ്റവും കൂടുതൽ വേണ്ടത് സമൂഹത്തിൻ്റെ ഒരു സപ്പോർട്ടാണ്. ആ സമൂഹത്തിൻ്റെ സപ്പോർട്ട് സമൂഹം കൊടുക്കാൻ റെഡിയാണ്. പലപ്പോഴും നമ്മൾ കാണുന്നത് ആരോഗ്യപ്രവർത്തകർ ചിലപ്പോൾ ഒന്ന് ഞാൻ ഇൻവൈറ്റ് ചെയ്യേണ്ടി വരും, നിങ്ങളൊന്ന് പോയി കണ്ടോട്ടെ, അത് നല്ലതാണ്. കാരണം പലപ്പോഴും ഞാൻ വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യും, ഒരു കിടപ്പിലായ അമ്മച്ചി അപ്പുറത്ത് കിടക്കുന്നു, ഞാൻ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ഒന്നും ചെയ്യേണ്ട. ഞങ്ങൾ പലപ്പോഴും സാഹിത്യമായിട്ട് പറയണത് ഹൃദയമുള്ള ചെവികളായത്, വെറുതെ അവിടെ ചെന്ന് കേട്ടിരുന്നാൽ മതി. അവർക്ക് പറയാൻ കുറേ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മളെ പഠിപ്പിച്ച് മാത്യു സാർ എപ്പോഴും പറയും, നമ്മളൊരു വ്യക്തിയെ കാണാൻ ചെന്നാൽ അരമണിക്കൂർ നമ്മൾ സംസാരിക്കും, 15 മിനിറ്റ് ആ വ്യക്തി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആശ്വാസം കിട്ടിയാണ് നമുക്കാണ്. കാരണം കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നുള്ളത്. എന്നിരുന്നാൽ ആ വ്യക്തി ഒരു അരമണിക്കൂർ സംസാരിക്കുക, നമ്മളൊരു 10-15 മിനിറ്റ് സംസാരിച്ചിട്ടില്ലെങ്കിൽ ആ വ്യക്തിക്ക് അത്രയും നേരം ഒന്ന് ഇൻട്രാക്ട് ചെയ്യാനുള്ള, സ്വന്തം കാര്യം പുറത്ത് പറയാനുള്ള ഒരു അവസരം, ആ അവസരം കൊടുക്കാൻ ഒരു ചിലവുമില്ല. ബാക്കി നമ്മൾ വിചാരിക്കും ഒരു പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്ന ഒരു വണ്ടി വേണം, കൊട്ട വേണം, നേഴ്സ് വേണം, ഇതൊക്കെയാണ് ഹോം കെയർ വേണമെന്ന് ചിന്തിച്ചാൽ. അയൽവക്കക്കാരെ നോക്കാൻ ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഇത്രയും അർബനായിട്ടുള്ള സിറ്റിയിൽ നടക്കുമെന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു റെസിഡൻസ് അസോസിയേഷൻ 2-3 റെസിഡൻസ് സൗത്ത് അവിടെ എന്തെങ്കിലുമൊക്കെ റെസിഡൻസ് അസോസിയേഷൻ എടുത്തിട്ട് അവിടെ ചെന്ന് അവിടുത്തെ വ്യക്തികളെടുത്ത് പറഞ്ഞ് നിങ്ങളിങ്ങനെ പോകണം. അവർ പോകാൻ തുടങ്ങി, അവർ തന്നെ കണ്ടുപിടിച്ചു അവരുടെ റെസിഡൻസ് അസോസിയേഷനിൽ 3 വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വ്യക്തികളുണ്ട്, അതെല്ലാം സ്ത്രീകളാണ്. അപ്പോൾ അവരിടക്കിടക്ക് പോയി ഒന്ന് അവർക്ക് കുഴപ്പമില്ലെന്ന് നോക്കണം. ഒരു 17 വീട്ടിൽ 2 പേര് കൂടി താമസിക്കുന്നത്. അപ്പോൾ ഇവരെയൊക്കെ ഞങ്ങൾ തന്നെ നോക്കാം, ഞങ്ങൾ തന്നെ പോയിക്കണം. നമ്മളും മെഡിക്കൽ രീതിയിൽ ആദ്യം കിടപ്പ് രോഗികളെ നോക്കണമെന്ന് പറഞ്ഞാൽ ചെന്നത്. അപ്പോൾ അവരാണ് നോക്കിയിട്ട് പറഞ്ഞത്, സാറേ ഇവിടെ കിടപ്പ് രോഗികൾ മാത്രമല്ല, ഇങ്ങനെ കുറേ ഒരു ഒറ്റപ്പെട്ട് നിന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി കാണാം. അവിടുത്തെ ഒരു ആഘോഷമായിട്ടുള്ള അവസ്ഥയാണെങ്കിൽ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ ബർത്ത്ഡേകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം, അല്ലെങ്കിൽ ഒരു ഓണമോ വിഷുവോ ഈദോ ക്രിസ്മസോ ഉണ്ടെങ്കിൽ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഈ രീതിയിലൊരു അവസരങ്ങൾ ഇൻട്രാക്ട് ചെയ്യാൻ എല്ലാവരും റെഡിയാണ്. പലപ്പോഴും അതിനൊരു പുഷ് ഇപ്പം ചിലപ്പോൾ വേണ്ടി വരും. കാരണം എല്ലാവരും അവരുടെ ജീവിതത്തിലെ ഓട്ടത്തിലാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യാമോ, ഞാൻ വേറെ ഒരാളുടെ പേഴ്സണൽ സ്പേസിലോട്ട് കയറാമോ എന്നൊക്കെ ഉള്ള ഒരു ഭയങ്കര ഒരു സ്റ്റിഗ്മയിൽ കൂടിയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. പക്ഷെ നമ്മളൊരു ഒരാഴ്ച 2 ആഴ്ച ഇരിപ്പാണ് പോലെ അല്ല ജീവിതകാലം മൊത്തം ഇരിപ്പാകുമ്പോൾ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഈ പറഞ്ഞൊരു സമയം. അപ്പോൾ സമയം ചെലവഴിക്കാൻ നമ്മളുടെ അടുത്ത് എല്ലാവരും തിരക്കുള്ളവരാണ്. എന്നിരുന്നാലും ഒരു ആഴ്ചയിൽ അരമണിക്കൂർ വേണമെന്ന് വിചാരിച്ച എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് പൈസ ഇല്ലാത്തവർക്ക്, പുവർ ആയിട്ടുള്ളവർക്ക് മാത്രമുള്ള സർവീസാണെന്ന്. പക്ഷെ അത് ശരിക്കും അങ്ങനെ അല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമുക്കിപ്പം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക പാലിയേറ്റീവ് കെയറിന്റെ സർവീസ്? ഇപ്പം തന്നെ ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൽ ഇതിൻ്റെ അകത്ത് സാമ്പത്തികമായിട്ട് ഒരു ബന്ധവും ഇല്ല, പറഞ്ഞിട്ടില്ല. പക്ഷേ പലപ്പോഴും നമ്മളൊരു മാർജിനലൈസ് പുവർ എന്നാണ് ഇത്ര നാൾ കേട്ടിരിക്കുന്നത്. ഈ ഒരു സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് മാർജിനലൈസ് റിച്ച് എന്ന് പറയുന്നൊരു കാറ്റഗറിയാണ്. കാരണം പലപ്പോഴും ഇത് പൈസ ഇല്ലാത്തവർക്കാണ്. കാരണം അതിൻ്റെ അങ്ങനെ ഒരു വ്യാഖ്യാനം വരാൻ കാരണം സങ്കടകരമായിട്ടുള്ള ഇന്നത്തെ ഒരു അവസ്ഥ, ആരോഗ്യ സംവിധാനം ഇന്ത്യയിൽ ഒരു വർഷം 5.5 കോടി ജനത്തിന് ദാരിദ്ര്യ മേഖലയെ താഴോട്ട് പോകുന്ന അവസ്ഥയിലോട്ട് ആരോഗ്യ സംവിധാനം പോയി. അത് തന്നെ വിളിക്കുന്ന കാറ്റാസ്ട്രോഫിക് ഹെൽത്ത് കെയർ എക്സ്പെൻഡിച്ചർ എന്നാണ്.
അത്രയും ഔട്ട് ഓഫ് പോക്കറ്റ്, കയ്യിൽ നിന്ന് പൈസ, ഇന്ന് എനിക്കൊരു അസുഖം വന്നാൽ ഞാൻ ദാരിദ്ര്യം എൻ്റെ താഴോട്ട് പോകാൻ, ഒരു അസുഖം ഇൽനെസ് അവേ ഫ്രം പോവർട്ടി എന്നുള്ളൊരു അവസ്ഥയിലോട്ട് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവർക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിരുന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് കൂടുതലും ഒരു ഫ്രീ എന്നുള്ള രീതിയിലാണ് പാലിയേറ്റീവ് കെയർ ഇവോൾവായി വന്നത്. ആ ഒരു ഇവോൾവായി വന്നതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ടുള്ളത് പൈസ ഇല്ലാത്തവർക്കാണല്ലോ ഫ്രീ ആയിട്ടുള്ള കാര്യം. ആ ഒരു രീതിയിലോട്ട് അതിനെ ചിന്തിക്കപ്പെട്ടു. അതിന് ഫ്രീ എന്നുള്ളതിനെക്കാട്ടും എല്ലാവരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൊരു കെയർ വേണം. ആ കോൺട്രിബ്യൂട്ട് ചെയ്ത കെയർ ചിലപ്പോൾ എനിക്ക് എൻ്റെ കെയറിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ആക്ച്വലി അതിൻ്റെ അർത്ഥം, അല്ലാണ്ട് ഫ്രീ എന്നുള്ളതല്ല. അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മൾ അരികയിലായാലും നമ്മൾ ആ ഒരു ലൈൻ എടുക്കുന്നത് വേറെ, സോ ദാറ്റ് എവ്രി വൺ ക്യാൻ ആക്സസ് കെയർ. മറ്റേത് ഫ്രീ ആയിട്ടുള്ളൊരു ചാരിറ്റബിൾ ഇതെന്ന് പറയുമ്പോൾ എനിക്ക് പൈസ ഉള്ളതുകൊണ്ട് ചാരിറ്റബിൾ വേണ്ട, മടിയുണ്ട്. അപ്പം അതെടുക്കാൻ മടിയുണ്ടാവും. അതെടുക്കാൻ മടിയുണ്ടാകുമ്പോൾ അല്ലാണ്ടൊരു സംവിധാനം ഇന്നിപ്പോൾ ഇവിടെ ഇല്ല. പിന്നെയുള്ള അവസ്ഥ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകാമെന്ന് മാത്രം ഉള്ളു. അപ്പം അതുകൊണ്ട് ആ ഒരു ഇതിൽ നിന്നും നമ്മൾ മാറി അരികെ തുടങ്ങാനുള്ള ഒരു കാരണം അതും കൂടിയായിരുന്നു. അതായത് ഇതിൻ്റെ ഒരു ആക്സസിബിലിറ്റി എല്ലാവർക്കും കിട്ടണമെന്നും, എല്ലാവർക്കും കിട്ടിയാൽ ഇതിൻ്റെ അകത്തോട്ടുള്ള നീഡ് അത്രയും ഉണ്ട്, അതുകൊണ്ട് ആൾക്കാരെ അത് കൂടുതൽ യൂസ് ചെയ്ത് തുടങ്ങുമെന്ന് കാണിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് അരികേൻ്റെ ഒരു പേഷ്യൻ്റ് പ്രൊഫൈൽ എടുത്താൽ എല്ലാവരും ഇതല്ല, നമുക്കും അതിൻ്റെ അകത്ത് ലിമിറ്റേഷൻസ് ഇപ്പോഴും ആ റീച്ച്, ആ ഇൻഫർമേഷൻ എത്തിക്കാൻ മൊത്തത്തിൽ പറ്റിയിട്ടില്ല. എന്നിരുന്നാലും ഒരു 30% പേര് സ്വന്തമായിട്ട് എൻ്റെ ചികിത്സയ്ക്ക് ഞാൻ പൈസ തന്നോളാം എന്ന് പറയുന്ന, കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സെൽഫായിട്ട് എൻ്റെ കെയറിന് ഞാൻ തന്നോളാം എന്ന് പറയുന്ന ഒരു 30%. അപ്പം അത് നമ്മളുടെ ഒരു വിശ്വാസം ഇനിയും കൂടുതൽ ജനങ്ങളിലോട്ട് എത്തിയാൽ ആ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുകയും ആ രീതിയിൽ എല്ലാവർക്കും വീട്ടിൽ അവർക്ക് ഇപ്പോൾ സംവിധാനം പറ്റുന്ന രീതിയിൽ അവർക്കൊരു നല്ല ചികിത്സാ സംവിധാനം കൊടുക്കുന്ന അവസ്ഥയിലോട്ട് എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ്. പിന്നെ ഒരു ഡൗട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ കിടപ്പിലായി പ്രായമായ ആൾക്കാർ വീട്ടിൽ തന്നെ മരിച്ചു പോകുന്നൊരു സിറ്റുവേഷൻ വരുമല്ലോ. അപ്പോൾ ഈ പാലിയേറ്റീവ് എന്നുള്ള ഡോക്ടേഴ്സോ അല്ലെങ്കിൽ നഴ്സോ വന്നിട്ട് ഡെത്ത് ഡിക്ലെയർ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകാറ്. അത് ശരിയാണോ? അതിന് ലീഗലി എന്തെങ്കിലും, പലരുടെ സംശയം അതാണ്, പിന്നെ ആശുപത്രി കൊണ്ടുപോകണോ കൺഫേം ചെയ്യാനായിട്ട് എന്നുള്ളത്. നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ മരണം എന്നുള്ളൊരു ടോപ്പിക്കിലോട്ടാണ് കയറുന്നത്. ഈ ലോകത്ത് ജനിച്ച ഏതൊരു ജീവജാലവും കടന്നുപോകേണ്ട ഒരു അവസ്ഥയാണ് മരണം. സോ ഇറ്റ് ഈസ് ആസ് നാച്ചുറൽ ആസ് ബർത്ത്. മരണം ഇന്നലെ തുടങ്ങിയതല്ല, എന്ന് ജീവനുണ്ടായ അന്ന് തുടങ്ങി മരണമുണ്ട്. ഒരു മരണം കൺഫേം ചെയ്യാൻ നമുക്ക് ലീഗലി യൂഷ്വലി ആവശ്യം വരിക ഒരു ദുരൂഹതയിലുള്ള മരണം ഉണ്ടെങ്കിൽ നമ്മളത് കൺഫേം ചെയ്യേണ്ടതുണ്ട്. അതിന് എന്തുകൊണ്ട് മരിച്ചു എന്നുള്ള അന്വേഷിച്ചു പോകേണ്ടതുണ്ട്. ഒരു 90 വയസ്സുള്ള ഉപ്പ് ഒരു ദിവസം വീട്ടിൽ കിടന്ന് മരിച്ച്, കിടപ്പ് രോഗിയാണ് മരിച്ചെങ്കിൽ അതിനിഞ്ഞ് വേറൊരു ലീഗൽ ആസ്പെക്റ്റ് അതിൻ്റെ അകത്തോട്ടൊന്നും തന്നെ ഇല്ല. മരിച്ചു എന്ന് അറിയണമെങ്കിൽ ഒരു മെഡിക്കൽ എക്സ്പെർട്ടീസിൻ്റെ ആവശ്യവും ഇല്ല. മരിച്ചു എന്ന് പറയുന്ന, അതുകൊണ്ട് നമ്മളിപ്പോൾ ട്രെയിൻ ചെയ്യുന്നത്, പണ്ട് എങ്ങനെയാണ് മരിച്ചു എന്ന് അറിഞ്ഞുകൊണ്ടിരുന്നത്, നാട്ടിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ ഇൻവോൾവ് ആകുന്ന ഒരാളുണ്ടാവും, അയാൾ എന്നിട്ട് പറയും, നോക്കിയിട്ട് പറയും മരിച്ചു എന്ന് പറയും, അല്ലാണ്ട് ഡോക്ടർ നേഴ്സ് വന്നല്ല. ഇപ്പം ഇന്ന് നമ്മൾ കൂടുതലും ഈ ചോദ്യം വരുമ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കാറ്, നിങ്ങളൊന്ന് പോയിട്ട് കൃഷ്ണമണിയിൽ ഒന്ന് പൊക്കിയിട്ട്, എല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല, ഫോണിൽ ടോർച്ച് ഉണ്ട്, സൈഡിൽ നിന്നൊന്ന് അനക്കിയാൽ കൃഷ്ണമണി അനങ്ങുന്നില്ലെങ്കിൽ, ഇനി അഥവാ കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ കുറച്ചേരം വെയിറ്റ് ചെയ്യൂ, തണുക്കും, തണുത്ത് ഇറങ്ങലിച്ചാൽ. കാരണം നമ്മൾക്ക് ആ സമയത്ത് ഇപ്പോൾ തന്നെ മരണം അറിഞ്ഞിട്ടും കിടപ്പ് രോഗിയാണ്, അവിടെ കിടക്കുകയാണ്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെയാണ്. അപ്പം അതുകൊണ്ട് വീട്ടിൽ മരണം സ്ഥിരീകരിക്കാൻ ഡോക്ടറെ നഴ്സിൻ്റെ ആവശ്യം ഇല്ല. നമ്മൾക്ക് പലപ്പോഴും സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു അടുത്ത അവസ്ഥയിലോട്ടാണ് പോകുന്നത്. ആര് സർട്ടിഫൈ ചെയ്യും? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് നമ്മളുടെ ഗവൺമെൻറ്റിലെ ഗവൺമെൻറ് സംവിധാനം, LSTD എന്ന് വിളിക്കുന്ന ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനാണ് ഡെത്ത് സർട്ടിഫിക്കറ്റ് സർട്ടിഫൈ ചെയ്യുന്നത്, ഡോക്ടറോ നഴ്സോ അല്ല. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞ ആൾക്കാരെ നമ്മൾ നേരത്തെ നമ്മളുടെ വാർഡ് മെമ്പറാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഗവൺമെൻറ്റിലോട്ട് ആക്സസ് ഉള്ളൊരു കൗൺസിലറിനെയോ വാർഡ് മെമ്പറിനെയോ അറിയിച്ചു വെച്ചേക്കും, ഇങ്ങനെ ഒരു വ്യക്തി വീട്ടിലുണ്ട്, ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ആ വ്യക്തി അനങ്ങുന്നില്ല, ഇതായെങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത്, തണുത്തെങ്കിൽ മരിച്ചു എന്ന് പറഞ്ഞ് അറിയിക്കുക. അതിൻ്റെ അത് വേറെ ഒരു ഫോർമാലിറ്റി, ലീഗലി അത് വേറെ ഒരു കോംപ്ലിക്കേഷനും വരില്ല. നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു പുതിയൊരു സംവിധാനം ഉള്ളത്, പലരും പുറത്തുനിന്ന് വിദേശത്തുനിന്ന് വരാനുണ്ടാവും. അപ്പോൾ അവിടെ വരുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു സർട്ടിഫിക്കേഷൻ വേണ്ടി വരും. കാരണം ലീഗലി നമ്മളൊരു ഹോസ്പിറ്റലിലോട്ട് ഒരു മരിച്ച വ്യക്തിനെ കൊണ്ട് ചെന്നാൽ
എന്തുകൊണ്ട് മരിച്ചതെന്ന് ഉള്ള ചോദ്യം ഇത് ആരാണെന്ന് അറിയാൻ പാടില്ല. എങ്കിൽ പിന്നെ നമ്മുടെ ലീഗൽ പ്രൊസീജിയർ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് കൺഫേം ചെയ്ത് വേറെ ഒരു അൺനാച്ചുറൽ കോസ് കൊണ്ടല്ല മരിച്ചതെന്ന് കൺഫേം ചെയ്യേണ്ട അത് ലീഗൽ സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ വെച്ച് നാച്ചുറലായിട്ടാണ് മരിച്ചതെന്നുള്ളത് ഒരു പ്രൊഫഷണൽ കൺഫേം ചെയ്യണമെന്ന് ചിലപ്പോൾ നമ്മൾ വെക്കുന്ന മോർച്ചറിയിൽ ഒരു റിക്വസ്റ്റ് വരാറുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ മാത്രം അതും ആ സമയത്തോടെ ഡോക്ടർ ഉണ്ടാകണ്ട. ഈ വ്യക്തിനെ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അറിയാവുന്ന ഏതെങ്കിലും ഒരു മെഡിക്കൽ പ്രൊഫഷണൽ പറഞ്ഞാൽ മതി ഇത് വീട്ടിൽ തന്നെ മരിച്ചതായിരിക്കും എന്നുള്ളത്. അവിടെയാണ് അവിടെ ഒരു അത് സർട്ടിഫിക്കേഷൻ അല്ല, ജസ്റ്റ് ഒരു പീസ് ഓഫ് പേപ്പർ എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ സർട്ടിഫിക്കേഷൻ ഇസ് ഓൾവേസ് ഗിവൺ ബൈ ദ LSTD. അപ്പോൾ അവിടെ മാത്രം, അല്ലാണ്ട് വീട്ടിൽ ഒരിക്കലും കൺഫേം ചെയ്യാൻ ഡോക്ടറെ നഴ്സിൻ്റെ ആവശ്യമില്ല. ഞാൻ പലപ്പോഴും ആ ഒരു വിഭ്രാന്തി സംശയം വരുമ്പോഴാണ് ഈ റിക്വസ്റ്റ് വരാറ്. അതിനുള്ള ഒരു എപ്പോഴും ചോദിക്കുന്ന ഉത്തരം, രാവിലെ ബുദ്ധിമുട്ടും ശ്വാസമുട്ടും അല്ലെങ്കിൽ ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന വ്യക്തികളെ നോക്കാൻ ഡോക്ടർമാരും നഴ്സുമാരും ഇല്ലാത്തൊരു നാട്ടിൽ മരിച്ചു എന്ന് കൺഫേം ചെയ്യാൻ ഡോക്ടർ നഴ്സിൻ്റെ ആവശ്യമുണ്ടോ? എന്നെ രാത്രി 3 മണിക്ക് വന്ന് അതിനു വേണ്ടി വിളിച്ചിട്ട് പോയാൽ പിറ്റേ ദിവസം എൻ്റെ ഉറക്കം മറിയായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ നാളെ ഞാൻ കാണാൻ പോകുന്ന രോഗികളെയാണ് അത് ഏറ്റവും കൂടുതൽ. അപ്പം അത് ആക്ച്വലി നീഡല്ല, അത് ധൈര്യമായിട്ട് എല്ലാ വ്യക്തികൾക്കും പറയാൻ പറ്റുന്നതാണ്. നമ്മൾ ആ സിസ്റ്റത്തിൽ കൂടി പോയാൽ മതി. നേരത്തെ പറഞ്ഞാൽ ബുദ്ധിമുട്ട് നേരത്തെ അറിയാവുന്ന വ്യക്തികളാണ്. നമ്മൾ പെട്ടെന്ന് മരിച്ചു വീണ ആരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യണം. കാരണം നമുക്ക് എന്താ കോസ്റ്റ് എന്ന് അറിയാൻ പാടില്ല. വീട്ടിൽ ദീർഘകാലമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയാണ് നമുക്കറിയാം. അറിയുന്നത് നമ്മുടെ സിസ്റ്റത്തിനെ നേരത്തെ അറിയിച്ചു വെച്ചാൽ പിന്നെ അതിൻ്റെ അകത്ത് ലീഗലി ഇഷ്യൂസ് വരേണ്ടതായിട്ടൊന്നും തന്നെ. സാർ, ഇപ്പോൾ ഒരു പാലിയേറ്റീവ് കെയറിൻ്റെ റെലവൻസിനെ പറ്റിയൊക്കെ നമ്മൾ കുറേ സംസാരിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കാൻ, കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കൂടെ വേണ്ടിയാണ് ചോദിക്കുന്നത്. അരികെ വളരെ ഒരു എറണാകുളത്തിൻ്റെ തന്നെ ഒരു ലിമിറ്റഡ് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു പാലിയേറ്റീവ് കെയർ സെൻ്ററാണ്. അവിടുത്തെ ഒരു പേഷ്യൻ്റ് കൗണ്ടും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കെയറിൻ്റെ ഒരു ഇതും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് അരികയുടെ? അരികെ എന്നുള്ളതിനെക്കൂട്ടെ ഞാൻ മൊത്തത്തിൽ പാലിയേറ്റീവ് കെയർ സംവിധാനം എന്ന് പറഞ്ഞാൽ ഇന്ന് കണക്കുകൾ കാണിക്കുന്ന ഏകദേശം 0.6% ഓഫ് ഹോൾ ഓഫ് ഹ്യൂമാനിറ്റി കിടപ്പ് രോഗികളാണ്. അതായത് ഏകദേശം നമ്മുടെ കേരളം എടുത്താൽ ഏകദേശം 2.5-3 ലക്ഷം പേര് ഇന്ന് കിടപ്പിലാണ്. നമ്മുടെ ചുറ്റുവട്ടത്തെ കോർപ്പറേഷൻ എടുത്താൽ ഏകദേശം 5,000-6,000 പേര് കിടപ്പിലായിട്ടുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ, അല്ലെങ്കിൽ 20,000 പേര് കിടപ്പിലായിട്ടുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവർക്ക് എത്ര പേർക്ക് കെയർ കൊടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇവർക്ക് മാസത്തിലൊരിക്കലും കെയർ എത്തിക്കണമെന്നാണ് ഗവൺമെൻറ് സംവിധാനത്തിലെ പാലിയേറ്റീവ് കെയർ ഉണ്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അകത്തൊരു 10-20% അതിൽ കൂടുതൽ കെയർ വേണ്ടവരുണ്ടാവും. അത് ഞാൻ നേരത്തെ പറഞ്ഞ കിടപ്പ് രോഗികൾ മാത്രം. ഈ വീട്ടിലിരിപ്പിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 2.1%. അപ്പോൾ ഏകദേശം 6 ലക്ഷത്തിന് 2.1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം നേരെ 50,000 1 ലക്ഷത്തിലോട്ട് പോകും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കണക്കുകൾ കൂട്ടിയാൽ ഇന്ന് ഇതിൻ്റെ ഏറ്റവും വലിയ പേടിപ്പിക്കുന്ന കണക്ക് പലപ്പോഴും ഇതെല്ലാം വേറെ ആർക്ക് വേണ്ടി എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. വേറെ ആരോ കിടപ്പിലായി. 85% മനുഷ്യരും മരിക്കുന്നതിനെക്കാട്ടും കിടപ്പിലാവും. നമ്മളിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 4 പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ 3 പേര് ഉറപ്പായിട്ടും കിടപ്പിലാവും മരിക്കുന്നതിനെക്കാട്ടും. ആ കിടപ്പിലാവുമ്പോൾ നോക്കാനുള്ളൊരു സംവിധാനം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഇപ്പോഴത്തെ സംവിധാനം മതിയോ, നമ്മൾ മെച്ചപ്പെടുത്താൻ നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കട്ടെ എന്നുള്ളൊരു ചോദ്യം ഇടുകയും എല്ലാവർക്കും അതിനകത്ത് വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് എല്ലാ രീതിയിലും ഉണ്ടെന്നുള്ളതും. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഇരുന്നാലും മാത്രമല്ല, അല്ലാണ്ട് ഒരു ഡോക്ടറെ നഴ്സിൻ്റെയോ ഒരു അരികേൻ്റെയോ ഒരു ഗവൺമെൻറ് സംവിധാനത്തിൻ്റെയോ ഉത്തരവാദിത്വം മാത്രമല്ല, നമ്മുടെ എല്ലാവരും ഉത്തരവാദിത്വമാണ്. നാളെ നമ്മൾ തന്നെ ബുദ്ധിമുട്ടിലോട്ട് ഇങ്ങനെ കിടപ്പിലാകുമ്പോൾ ഒരു സംവിധാനം മെച്ചപ്പെട്ടുണ്ടാകണം. പാലിയേറ്റീവ് കെയറിനെ പറ്റി നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചത് ഡോക്ടർ അതുലാണ്. കിടപ്പിലായവർക്ക് അല്ലെങ്കിൽ വേദനകൾ അനുഭവിക്കുന്നവർക്ക് സാന്ത്വനം എത്തിക്കാൻ ഒരു മെഡിക്കൽ ഡിഗ്രിയുടെയോ സർട്ടിഫിക്കറ്റിൻ്റെയോ ആവശ്യം നമ്മൾക്ക് ആർക്കുമില്ല. നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു നന്മ നിറഞ്ഞ കാര്യമാണത്. താങ്ക് യു.